ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2159. ഇന്ന് നവംബർ മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 332-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ജീവിച്ച കാലത്ത് ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുണ്ടാക്കിയ ഏറ്റവും വലിയ പരാതിയോ ആരോപണമോ എന്തായിരുന്നു? പലതുണ്ടായിരുന്നു. അതിലൊന്ന്, ഇവനിങ്ങനെ ചുങ്കക്കാരുടെയും ഇടറിപ്പോയ സ്ത്രീകളുടെയും ഒക്കെ ഒപ്പമാണ്. കൊള്ളരുതാത്ത ഒരുവനാണ് പറയുക. വേറൊന്നും കണ്ടല്ല, കൊള്ളരുതാത്ത മനുഷ്യർക്കൊപ്പം നിൽക്കുന്നു, നടക്കുന്നു, ജീവിക്കുന്നു. എന്തുകൊണ്ട് കുറെ കൂടി നല്ലവരായ ആളുകളോട് കൂട്ടുകൂടുന്നില്ല, കൂടെ ചേരുന്നില്ല? എത്ര വേഗമാണ് ഓരോരുത്തരും എല്ലാവരെയും നല്ലവരെന്നും മോശക്കാരെന്നും തരംതിരിക്കുന്നത്. എല്ലാം മികച്ചതാകണമെന്നും മികച്ചവയ്ക്കൊന്നും കുറവുകൾ ഒരിക്കലും ഉണ്ടാകരുതെന്നുമുള്ള ഓരോരുത്തരുടെയും പിടിവാശിയുണ്ടല്ലോ. ഒരുപാട് നേട്ടങ്ങളെയും ഒരുപാട് നന്മകളെ പോലും അവഗണിക്കുവാനായിട്ടാണ് ഇത് ഒടുവിൽ നമ്മളെ സഹായിക്കുക. കുറവുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ അങ്ങനെ ചില അപകടങ്ങളുണ്ട്. എന്താണ്? ആരുടെ നന്മ കാണാനായിട്ട് നമുക്ക് കണ്ണുണ്ടാവില്ല. അവരൻ്റെ പോരായ്മകളുടെ ഗുണനപ്പട്ടികയുമായിട്ടായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. ഒരാളിൽ പോലും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. അവനവനെ തന്നെ പതിയെ വില കുറച്ച് കണ്ടു തുടങ്ങും. കുറവുകൾ നിരത്തി നിരത്തി മത്സരിക്കാൻ തുടങ്ങിയാൽ ആർക്കും ആരെയും തോൽപ്പിക്കാനാവില്ല. പരസ്പരം ഇങ്ങനെ ചെളി വാരിയെറിഞ്ഞ് കൂടുതൽ വൃത്തികെട്ടവരാകുകയുള്ളൂ ഓരോരുത്തരും. പോരായ്മകൾ കണ്ടെത്തുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അധ്വാനവും ഗവേഷണ ബുദ്ധിയും വേണം ഒരാളിലെ നന്മ കണ്ടെത്താൻ. പരസ്പരം നന്മകൾ മാത്രം മിണ്ടാനായിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കാവും. എത്ര എതിർപ്പുള്ളവരുടെയും നന്മകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാവോ? ഓരോ ചെറിയ കാര്യത്തിനു പോലും എല്ലാവരും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. 10 പേരെക്കുറിച്ചെങ്കിലും മറ്റുള്ളവരുടെ നല്ലത് പറയാനായിട്ട് സാധിക്കുമോ? ആ ദിവസം എത്ര ശ്രേഷ്ഠമായിരിക്കും. കുറെ കൂടി നല്ലതിലേക്ക് നോട്ടമെത്താനായിട്ട്, വിചാരമെത്താനായിട്ട്, വിശ്വാസമെത്താനായിട്ട്, കാഴ്ചപ്പാടെത്താനായിട്ട് ക്രിസ്തുയേശു ഇങ്ങനെ ഭൂമിയെയും മനുഷ്യരെ നിർബന്ധിച്ച ഒരാളാണ്. എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടെത്തിയ ആളാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തുയേശു ജീവിച്ച കാലത്ത് അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ആരോപണവും പരാതിയുമൊക്കെ ചൊവ്വില്ലാത്ത മനുഷ്യരോടൊത്തുള്ള സഹവാസവും സൗഹൃദവുമൊക്കെ. അങ്ങനെ ആളുകളെ ചൊവ്വുള്ളവരെന്നും ചൊവ്വില്ലാത്തവരെന്നും തിരിക്കാതെ ആളുകളുടെ കുറവുകളെക്കാളും ആളുകളെ കുറെ കൂടി ഗൗരവത്തിലെടുക്കാനായിട്ട് ക്രിസ്തുയേശുവിനെ പോലെ നമുക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് പതിവ് ക്രിസ്മസിന്റെ ഓർമ്മകളൊക്കെ ഓരോ മനുഷ്യനെയും സഹായിക്കുന്നത്. അതൊരു പ്രകാശമാണ് അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ആമേൻ.